ഹലോ, നമസ്കാരം. ലൈല സൈറ്റ് സീയിങ് തുടരുകയാണ്. സെമോ മൊണാസ്ട്രിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു സമയം. പിന്നെ നേരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. 10-15 ദിവസത്തെ ആലു പൊറോട്ടയും നൂഡിൽസിനും ശേഷം ഒരു സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ മോഹമായിട്ട് ഗൂഗിളിൽ തപ്പി ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു കഫേ ആയിരുന്നു അത്. മദ്രാസ് കഫേ. കയറുമ്പോൾ തന്നെ സാമ്പാറിൻ്റെ മണം വരുന്നുണ്ട്. അയ്യോ, ആക്രാന്തായി. ഇതാണ് മദ്രാസ് കഫേ. നമസ്കാരം. അതിൻ്റെ കട. മെനു കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സമാധാനമായി. ഇതാണ് മെനു. റൈസുകൾ രമേശേട്ടൻ സാമ്പാർ റൈസ് പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് നൂൽപുട്ട ഇടിയപ്പം കിട്ടും. ഈ അങ്കിളിൻ്റെ കട മലയാളിയാണ്. അങ്കിളിൻ്റെ മരുമകൻ അവരാണ് നടത്തുന്നത്. മദ്രാസ് കഫേയിലാണ് നല്ല ഒരുപാട് സ്ഥലമൊന്നുമില്ല കേട്ടോ. എന്തൊരു ചർച്ച പ്രാന്തടിച്ചിട്ട് കഴിക്കുന്നുണ്ട് സാമ്പാർ റൈസ്. പ്രാന്തടിച്ചിട്ട് കഴിച്ചോക്കുന്നുണ്ട്. ഞാൻ ലേശം കഴിച്ചോക്കിട്ട് ചോറ് നമ്മുടെ എല്ലാത്തിനും. ഒരു മസാല ദോശയാണ്. ലുക്ക് കണ്ടിട്ട് വലിയ ലുക്കൊന്നുമില്ല, നോക്കിയൊക്കെ. പിന്നെ വാങ്ങിയത് പൊടി ഇഡ്ഡലിയാണ്. സാധാരണയൊക്കെ പൊടി ഇഡ്ഡലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊട്ടൊന്നാണ് അത് പ്രതീക്ഷിച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷെ ഇവിടെ വലിയ 3 എണ്ണമാണ് കാണുന്നത്. എന്താ ടേസ്റ്റ് ഒന്നും അറിയില്ല. ലൈല ഇവരുടെ ഇല്ല. ഞാൻ പൊടി ഇഡ്ഡലിയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങ് ആകെ ഇത്രയേ ഉള്ളൂ. അങ്ങനെ പരത്തിയിരിക്കുക. ഇവിടെ ഏറ്റവും അധികം കിട്ടുന്ന സാധനം ഉരുളക്കിഴങ്ങ്. എന്നിട്ട് എന്തിനാ അവരിങ്ങനെ പിശുക്കണോ? എന്താ അവസ്ഥ? ഇഷ്ടമായോ? ഉപ്പില്ല. ശരിയാ. വയറ് നിറച്ച് സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ചതിൻ്റെ കൃതാർത്ഥതയിൽ പിന്നെ ഞങ്ങൾ പോയത് തിക്സെ മൊണാസ്ട്രി കാണാൻ വേണ്ടിയിട്ടാണ്. ലഡാക്ക് റീജിയണിലെ ഏറ്റവും വലിയ മൊണാസ്ട്രിയാണ് തിക്സെ. ലേയിൽ നിന്ന് 19 കിലോമീറ്റർ ഉണ്ട് തിക്സെ മൊണാസ്ട്രിയിലേക്ക്. 15ാം സെഞ്ച്വറിയിലോട്ട് ഉണ്ടാക്കിയിട്ടുള്ള മൊണാസ്ട്രിയാണ് അത്ര ഇത്. വളരെ വലിയൊരു മൊണാസ്ട്രി തന്നെയാണ്. ഒരുപാട് ദൂരം നടന്ന് കയറാനും ഉണ്ടായിരുന്നു. ദൂരെ ആ കുന്നിൻ്റെ മുകളിൽ കാണുന്നതാണ് തിക്സെ മൊണാസ്ട്രി. അവിടേക്ക് എത്താൻ ഇനിയും ഒരുപാട് ദൂരം വണ്ടി ഓടിക്കണം കേട്ടോ. അവരുടെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ദൂരം നമുക്ക് പോകാനുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ അത് ദൂരം നിന്ന് കാണാൻ. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെച്ചാലും വേറൊരു ഭംഗി തന്നെയാണ്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ലേ മുഴുവൻ കാണാൻ പറ്റും. അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ഞങ്ങൾ മൊണാസ്ട്രിയുടെ അടുത്തെത്തി വണ്ടി പാർക്ക് ചെയ്തു. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നടന്ന് തന്നെ കയറണം. ഇങ്ങനെ നടന്ന് കയറുക. തിക്സെ മൊണാസ്ട്രി പറ്റി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആൾക്കാർ തിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ എൻട്രിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ പിന്നെ വീണ്ടും ഇങ്ങനെ നടക്കണം. ഇങ്ങനെ നടന്ന് കയറണം. ഇങ്ങനെ പോകണം.
നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ കവാടമൊക്കെ കാണാൻ. ഇത് കണ്ടില്ലേ, കൊത്തുപണികളും പെയിൻറ്റിങ്ങും വളരെ കളർഫുള്ളായിരിക്കും ഈ മൊനാസ്ട്രികൾ മുഴുവൻ. ദാറ്റ് ഈസ് ഇറ്റ്. ഇതിങ്ങനെ തിരിക്കാം. അതിൻ്റെ മുകളിലൊക്കെ മന്ത്രങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം തിരിക്കുമ്പോഴും നമ്മൾ അത്രയും പ്രാവശ്യം മന്ത്രം ജപിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് കണക്കാക്കുന്നത്. എവിടെ മഴ പെയ്യുന്നു? സ്തൂപ എല്ലായിടത്തും കാണുന്നത്. ഇതവരുടെ മോങ്കുകൾ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് സന്യാസിമാരെ അവരുടെ വേദങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന സ്ഥലമാണ് അത്ര. സ്കൂൾ വഴി കണ്ടില്ല. ചെരുപ്പ് ഇവിടെ ഉയരണം. എന്ത് ഭംഗിയല്ലേ കാണാൻ, ഭയങ്കര കളർഫുള്ളും നല്ല രസം തന്നെയാണ് കേട്ടോ അത് കാണാൻ. ഇവിടെ എന്തൊരു ടെമ്പിളുണ്ട്, ടെമ്പിളിലേക്ക് കയറണം. ഒരുപാട് പൂക്കളും പൂച്ചെടികളും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വളരെ കളർഫുള്ളായിട്ടുള്ള കണ്ണിന് നല്ല കുളിർമയേകുന്ന നല്ല ഭംഗിയുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു ഇത്. ഇതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ആ ഒരു പ്രതിമയ്ക്ക് ഒരു 2 നിലയുടെ ഹൈറ്റ് ഉണ്ട്. നമുക്ക് അതിന് ചുറ്റും വലം വയ്ക്കാം. അതുപോലെ അവിടെ ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യാം. ശബ്ദം ഉണ്ടാക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ പല ശബ്ദങ്ങളും കേൾക്കും, അതൊക്കെ പുറത്തു നിന്നുള്ള ശബ്ദങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കാതെ വേണം അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. കുറച്ചധികം നേരം തന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അവിടുത്തെ ഒരു അന്തരീക്ഷവും ഒക്കെ കൂടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പതുക്കെ പുറത്തിറങ്ങിയത്. അവിടെ ചെറിയ ഒരുപാട് അമ്പലങ്ങളുണ്ട്. ബുദ്ധസന്യാസിമാരിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അവരെഴുതുന്നുണ്ടായിരുന്നു, വായിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഞാൻ എല്ലാതിൻ്റെയും ഒന്നും വീഡിയോ എടുത്തില്ല, കാരണം നമ്മൾ അവരെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. ഒരു 2 മണിക്കൂറിൽ കൂടുതൽ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. താര ടെമ്പിളിലെ താരം ഭഗവതിയാണ്. ഭഗവതിയുടെ വിവിധ ഭാവങ്ങളാണ്. ഇത് മൈത്രേയ ടെമ്പിളായിരുന്നു കേട്ടോ. മൈത്രേയ അവിടേക്ക് കയറണം. ഇവിടെ സിൽവർ സ്തൂപം എത്ര സിൽവർ സ്തൂപം.
സിൽവറിൻ്റെ 2 സ്തൂപങ്ങൾ. ഇത് മഴ പെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതിങ്ങനെ സ്നോ ആവണതാണ് കാണുന്നത്. കണ്ട, കുറച്ച് ദൂരെയാണ് ഞങ്ങളുടെ, അത്ര അധികം ദൂരമൊന്നുമല്ല കേട്ടോ. എവിടെയാണ് മഴ പെയ്തിട്ട് കാർമേഘം ഇപ്പോൾ അവിടെയും പെയ്തിരുന്നു. അവിടെ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്നോ ആണ്. കണ്ട, ഇവിടെ ലാമോഖാങ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്ത് സാധനം എന്നറിയില്ല. കയറി നോക്കട്ടെ കേട്ടോ. ഹൈറ്റ് ഉണ്ട് പിടിക്കും. ഞാൻ കിതയ്ക്കണത് അത്രയും ഹൈ ഓൾട്ടിറ്റ്യൂഡിലും അതുപോലെ ഇത്രയും ഹൈറ്റിലേക്ക് കയറുന്നതുകൊണ്ടാണ്. ഇറങ്ങും വേണ്ടേ? എത്തിവിടും. ഞങ്ങൾ പോണ്ട്. മൊണാസ്ട്രിയുടെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളി വ്യൂ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവുകയാണ്. പോകുന്ന വഴി ഇങ്ങനെ ഒരു ഫോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ സമയം ഒരുപാട് അതിക്രമിച്ചത് കാരണം ഞങ്ങൾ അതിനൊന്നും പോയില്ലായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കാർഗിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് വീണ്ടും 2ആയിട്ട് തിരിഞ്ഞ്, ഞങ്ങളുടെ ഗ്രൂപ്പ് 50 പേരോളം അടങ്ങുന്ന ഞങ്ങളുടെ ഗ്രൂപ്പ് കാർഗിൽ വഴിയും ചണ്ഡീഗഡിലേക്കും, മറ്റേ ഗ്രൂപ്പ് ഞങ്ങൾ വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനാലി വഴി ചണ്ഡീഗഡിലേക്കും പോവുകയാണ്. ലേയിലേക്ക് എന്തെങ്കിലുമൊക്കെ വീണ്ടും വരണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ലേയിൽ നിന്ന് കാർഗിലിലേക്ക് പോകുന്ന വഴികളിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടും വരാം. അതുവരേക്കും ബൈ ബൈ.